പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ബൈബിൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? വിശുദ്ധ പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ പഠിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അങ്ങനെയെങ്കിൽ ജൈനിസ് മീഡിയ ഒരുക്കുന്നു പൗളിയൻ ലേഖന പഠന പരമ്പര. 50 നോമ്പിൽ 50 ദിവസം കൊണ്ട് വിശുദ്ധ പൗലോസ്ലീഹായുടെ 13 ലേഖനങ്ങളും വായിക്കാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള സുവർണ അവസരമാണ് ഇത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോയുടെ ലിങ്ക് മറ്റുള്ളവർക്ക് കൈമാറുക തന്നെ വേണം. ബൈബിൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകമായി യുവജനങ്ങളിലേക്കും നിങ്ങൾ ഈ ഒരു പരമ്പര നൽകുക എന്ന് ഞാൻ പ്രത്യേകമായി ആഗ്രഹിക്കുകയാണ്. ജൈനിസ് മീഡിയയുടെ പൗളിയൻ ലേഖന പഠന പരമ്പരയുടെ 3ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ നാളിൽ 2 എപ്പിസോഡുകളായി നമ്മൾ പഠിച്ചത് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും അധ്യായങ്ങളിലൂടെയാണ്. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് 4ാമത്തെ അധ്യായമാണ്. 4ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ കാണുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെയാണ് പൗലോസ്ലീഹ പരിചയപ്പെടുത്തുന്നത്. ആ വ്യക്തി മറ്റാരുമല്ല, പൂർവ്വപിതാവായ അബ്രാഹമാണ്. അബ്രാഹത്തിന് 2 പരീക്ഷണങ്ങൾ നേരിട്ടതായിട്ടാണ് പൗലോസ്ലീഹ ഇവിടെ അവതരിപ്പിക്കുന്നത്. പ്രത്യേകമായി 3 പരീക്ഷണങ്ങൾ അബ്രാഹത്തിന് നേരിട്ടിട്ടുണ്ട്. 1ാമത്തേത് ദൈവിക പുണ്യങ്ങളായ 3 എണ്ണമാണ്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. 1ാമത്തെ പരീക്ഷണം വിശ്വാസത്തിൻ്റെതാണ്, 2ാമത്തെ പരീക്ഷണം പ്രത്യാശയുടേതാണ്. ഈ 2 പരീക്ഷണങ്ങളെയാണ് പൗലോസ്ലീഹ ഇവിടെ അവതരിപ്പിക്കുന്നത്. 3ാമതൊരു പരീക്ഷണം കൂടി അബ്രാഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് സ്നേഹത്തിന്റെ പരീക്ഷണമാണ്. എന്തൊക്കെയാണത്? 1ാമത്തെ പരീക്ഷണം ഇതാണ്: നീ നിന്റെ കുടുംബത്തെയും എല്ലാ ബന്ധുക്കളെയും വിട്ട് ഉപേക്ഷിച്ച് ഞാൻ കാണിച്ചു തരുന്ന ഈ ദേശത്തേക്ക് പോവുക, പുറപ്പെടുക. അബ്രാഹാം തന്റെ ഭാര്യയെയും സഹോദരപുത്രനായ ലോത്തിനെയും ദാസന്മാരെയും ആടുമാടുകളെയും കൊണ്ട് സ്വന്തം ഭവനം വിട്ട് അവൻ യാത്ര ആരംഭിച്ചു. ദൈവത്തിന് ഒരു വാക്ക് കേട്ടപ്പോൾ അത് വിശ്വാസത്തോടെ സ്വീകരിച്ച് അവൻ യാത്ര ആരംഭിച്ചു. പൗലോസ്ലീഹ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇങ്ങനെ വിശ്വാസത്തോട് യെസ് പറഞ്ഞുകൊണ്ട് അബ്രാഹാം അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ അബ്രാഹാം പരിച്ഛേദിതനായിരുന്നുവോ അല്ലയോ? നമ്മൾ കഴിഞ്ഞ നാളിൽ കണ്ടു, കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടു. പൗലോസ്ലീഹ ഇവിടെ ചോദിക്കുന്നത് യഹൂദ ക്രിസ്ത്യാനികളെയും ഗ്രീക്കുകാരായ ക്രിസ്ത്യാനികളെയും ഒരുമിച്ച് കൊണ്ടുവന്നുകൊണ്ട് പരിച്ഛേദനമല്ല, നിയമം അനുഷ്ഠിക്കുന്നവൻ അല്ലെങ്കിൽ നിയമം തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവനാണ് പരിച്ഛേദനം ചെയ്യുന്നതിന്റെ ഉദ്ദേശം. അതാണ്. പരിച്ഛേദനം സ്വീകരിച്ചില്ലെങ്കിലും ഗ്രീക്കുകാർ അത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ 3ാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ പൗലോസ്ലീഹ തെളിവ് വരികയാണ്: അബ്രാഹത്തെ ദൈവം വിളിച്ചു, അബ്രാഹാം ആ വിളിക്ക് ഉത്തരം നൽകി. ആ വിളിക്ക് ഉത്തരം നൽകിയിട്ട് അബ്രാഹാം വിശ്വാസത്തോട് നീതി കാണിച്ചുകൊണ്ട് പുറപ്പെടുമ്പോൾ അബ്രാഹാം പരിച്ഛേദിതനായിരുന്നോ അല്ലായിരുന്നോ എന്നാണ് ചോദ്യം. പൗലോസ്ലീഹ പറയുകയാണ്, അപരിച്ഛേദിതനായിരുന്ന അബ്രാഹാമാണ് അവിടെ നിന്ന് വിശ്വാസത്തോടെ നീതീകരിക്കപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങി പുറപ്പെട്ടത്. ഇതാണ് 1ാമത്തത്. 2ാമത് അബ്രാഹത്തിന് ലഭിച്ച 2ാമത്തെ പരീക്ഷണം അതിപ്രകാരമാണ്: പ്രത്യാശയുടെ തലത്തിലുള്ളതാണ്. അടുത്ത വർഷം ഞാൻ നിന്നെ സന്ദർശിക്കുമ്പോൾ നിനക്ക് ഒരു കുഞ്ഞ് ഉണ്ടായിരിക്കും. ഇതാണ് വാഗ്ദാനം, ഇതാണ് പ്രത്യാശ. ഈ സന്തതി മുഖേന ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ഇതാണ് അബ്രാഹത്തിന് ലഭിച്ച പ്രത്യാശയുടെ പരീക്ഷണം. പ്രായം കൊണ്ട് വളരെ ആധിക്യമുള്ള വ്യക്തി. സാറായും അപ്രകാരം തന്നെ. സാറ ഇത് കേട്ട് ചിരിച്ചു, പക്ഷെ അബ്രാഹാം അത് വിശ്വസിച്ചു. അബ്രാഹാം വിശ്വസിച്ചതുപോലെ തന്നെ അവനൊരു സന്തതി ലഭിച്ചു, ഇസഹാക്ക്, വാഗ്ദാനത്തിന്റെ സന്തതി. ഈ സന്തതി മൂലം ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും എന്നാണ് ദൈവത്തിന്റെ വാഗ്ദാനം. പൗലോസ്ലീഹ ഈ വാഗ്ദാനത്തെ യേശു ക്രിസ്തുവിലേക്ക് കൊണ്ടുവരിക. അബ്രാഹത്തിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട യേശു ക്രിസ്തു മുഖേന, ആ സന്തതി മുഖേന, യേശു ക്രിസ്തു മുഖേന ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. എന്നിട്ട് പൗലോസ്ലീഹ സ്ഥാപിക്കുന്ന ഒരു വസ്തുതയുണ്ട്: അബ്രാഹാം
സകല ജനതകളുടെയും പിതാവാകും, ഒരു വലിയ ജനതയുടെ പിതാവാകും. ഇതാണ് വാഗ്ദാനം. വിശ്വാസം വഴി യേശു ക്രിസ്തു മുഖേന നാം അബ്രാഹത്തിന്റെ മക്കളാണ്. അബ്രാഹാം നമ്മുടെ പിതാവാണ്. ഇതാണ് പൗലോസ്ലീഹ 4-ാമത്തെ അധ്യായത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇതിന്റെ അവസാനം പ്രത്യാശ എന്ന പുണ്യത്തിലേക്ക് കൊണ്ടുചെല്ലുകയാണ്. അബ്രാഹത്തിനുണ്ടായ 2-ാമത്തെ പരീക്ഷണം പ്രത്യാശയുടേതാണ്. യേശു ക്രിസ്തു എന്ന സന്തതി മുഖേന നാം എല്ലാവരും തന്നെ കർത്താവിന്റെ ദൈവത്തിൽ നിന്ന് കൃപ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രത്യാശയിലേക്ക് പൗലോസ്ലീഹ 4-ാമത്തെ അധ്യായം കൊണ്ടുചെല്ലുന്നത്. ഇനി നമുക്കിതിനെ കുറച്ച് വാക്യങ്ങൾ കൂടി ഇതിന് ശ്രദ്ധിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 9-ാമത്തെ വാക്യം: പരിച്ഛേദിതർക്ക് മാത്രമുള്ളതാണോ ഈ ഭാഗ്യം, അതോ അപരിചിതർക്കുള്ളതോ? അബ്രാഹത്തിന് വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെട്ടു എന്നാണല്ലോ നാം പറയുന്നത്. എങ്ങനെയാണത് പരിഗണിക്കപ്പെട്ടത്? അവൻ പരിച്ഛേദിതനായിരുന്നപ്പോഴോ അപരിച്ഛേദിതനായിരുന്നപ്പോഴോ? പരിച്ഛേദിതനായിരുന്നപ്പോഴല്ല, അപരിച്ഛേദിതനായിരുന്നപ്പോൾ. ഇതാണ് ആദ്യത്തെ ഞാൻ പറഞ്ഞ വിശ്വാസത്തിന്റെ പരീക്ഷണത്തിൽ അബ്രാഹാം അപരിച്ഛേദിതനായിരിക്കുമ്പോൾ വിജയിച്ചു എന്ന വസ്തുത. ഇനി രണ്ടാമത് പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 18 മുതലുള്ള തിരുവചനം: നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കും എന്ന് പറയപ്പെട്ടതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. 100 വയസ്സായി തന്റെ ശരീരം മൃതപ്രായമായിരുന്നെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്ന് അറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം ദുർബലമായില്ല. 23-ാമത്തെ വചനം: അവന് അത് നീതിയായി പരിഗണിക്കപ്പെട്ടു. ഇനി 24-ാമത്തെ വചനം: നമ്മെ സംബന്ധിച്ചു കൂടിയാണിത്. നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും അത് നീതിയായി പരിഗണിക്കപ്പെടും. അപ്പോൾ 4-ാമത്തെ അധ്യായം ചെന്ന് അവസാനിപ്പിക്കുന്നത് എന്താണ്? അബ്രാഹത്തിന്റെ പ്രത്യാശയുടെ പരീക്ഷണമാണ്. ഈ ഒരു പരീക്ഷണം കൂടി അബ്രാഹത്തിനുണ്ട്. അത് സ്നേഹത്തിന്റെ പരീക്ഷണമാണ്. തന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയി. അങ്ങനെ ദൈവസ്നേഹമാണോ മക്കളോടുള്ള സ്നേഹമാണോ വലുത് എന്നുള്ള പരീക്ഷണം കൂടി അബ്രാഹാം നേരിടുകയും അബ്രാഹാം വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞെന്ന് മാത്രം. എന്നാൽ പൗലോസ്ലീഹ ലേഖനത്തിലെ പ്രത്യാശ എന്ന പുണ്യത്തെ കൂടുതലായി മുന്നോട്ട് വയ്ക്കുകയാണ്. 5-ാമത്തെ അധ്യായം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ അധ്യായത്തിന് പ്രത്യേകതയുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ധ്യാനിക്കുകയും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വചനഭാഗമുള്ളത് 5-ാമത്തെ അധ്യായത്തിലാണ്. ദൈവശാസ്ത്രത്തിന്റെ, ക്രൈസ്തവ ദൈവശാസ്ത്രത്തിന്റെ പ്രധാനമായും പല പോയിന്റുകളും നിൽക്കുന്നത് ഈ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലാണ്. അപ്പോൾ ആ വിഷയം 5-ാം അധ്യായം ധ്യാനിക്കുമ്പോൾ നമ്മളൊരു വലിയൊരു ധ്യാനാത്മകമായ ദൈവശാസ്ത്രമായ വിഷയത്തിലേക്ക് കടന്നു വരുന്നത്. എന്തൊക്കെയോടെ പറയുന്നത് അറിയാമോ? ഉത്ഭവപാപത്തെ പറ്റി പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നുണ്ട്, പ്രത്യാശ എന്ന പുണ്യത്തെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനുസരണം വഴി ക്രിസ്തു എങ്ങനെ രക്ഷിച്ചു എന്നുള്ള വസ്തുതയും കൂടി പറയുന്നുണ്ട്. 5-ാമത്തെ അധ്യായം ആരംഭിക്കുമ്പോൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശ എങ്ങനെ ലഭിക്കുന്നു എന്നുള്ള കാര്യം ആദ്യമായി പറയുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 4-ാമത്തെ തിരുവചനം: എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ കടന്നു വരുന്ന വഴിയോടെ പറയുക. കഷ്ടതയാണ് ആദ്യം ഉണ്ടാകുന്നത്. നമ്മളൊക്കെ പലപ്പോഴും ദൈവത്തിലേക്ക് കടന്നു വരുന്നത് കഷ്ടത മൂലമാണ്. സുഖം സൗകര്യം ഉണ്ടായിട്ട് ദൈവത്തിലേക്ക് കടന്നു വരുന്നത് വളരെ ചുരുക്കമായിരിക്കും. കഷ്ടത മൂലം എന്ത് സംഭവിക്കും? സഹനശീലം ഉണ്ടായിരിക്കും. സഹനശീലം മൂലം എന്ത് സംഭവിക്കും? ആത്മധൈര്യം ലഭിക്കും. ഈ ആത്മധൈര്യം നമുക്ക് എന്ത് സംഭവിക്കും? പ്രത്യാശയിലേക്ക് നമ്മൾ നയിക്കും. പിന്നീട് പ്രശസ്തമായ ഒരു വചനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാമത്തെ തിരുവചനം: പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഇതാണ് പ്രസിദ്ധമായ വചനം. ഇവിടെ പറയുകയാണ്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നാം നിരാശപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പ്രത്യാശ എന്ന പുണ്യം, അബ്രാഹത്തിനുണ്ടായിരുന്ന പുണ്യം ക്രിസ്തുവിടെ നമുക്ക് ലഭിക്കുമെന്നുള്ള പ്രത്യാശ നമുക്ക് ഇല്ലാതാകുന്നു എന്നുള്ളതാണ് നമ്മെ നിരാശയിലേക്ക് കൊണ്ടുവരുന്നത്. അടുത്ത വചനം പറയുകയാണ്,
അതിന് കാരണമായി പറയുകയാണ്, ഒരു ക്രിസ്ത്യാനിക്ക് എന്തുകൊണ്ടാണ് പ്രത്യാശയുള്ളത് എന്തെന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ സമൃദ്ധമായി ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തിന് വളരെയധികം ആഴത്തിലുള്ള അർത്ഥമുണ്ട്. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ പ്രധാനമായും നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരണം. ഈ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന കൃപാവരത്തിന്റെ ബാക്കിയാണ്. കുരിശുമരണത്തിന്റെ കൃപാവരത്തിന്റെ ഫലമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവത്തിന്റെ സ്നേഹം നാം അനുഭവിക്കുന്നത്. അപ്പോൾ ഇതിന് ആഴത്തിൽ പറയുകയാണെങ്കിൽ കണ്ണുള്ളവനെ കാണാൻ പറ്റുള്ളൂ, ചെവിയുള്ളവനെ കേൾക്കാൻ പറ്റുള്ളൂ എന്നതുപോലെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പൗലോസ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അടുത്ത തിരുവചനങ്ങളിൽ പറയുന്നത് യേശുക്രിസ്തുവിന്റെ നീതീകരണത്തെ പറ്റി പറയാം. നീതീകരണം. നാം ഓരോരുത്തരും പാപികളാണ്. ഒരു പാപിക്ക് വേണ്ടി മരിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? രാജാവിന് വേണ്ടി മരിക്കാം, നീതിമാന് വേണ്ടി മരിക്കാം, ഒരു നല്ല മനുഷ്യന് വേണ്ടി ആരെങ്കിലൊക്കെ മരിക്കാൻ തയ്യാറായെന്ന് വരും അല്ലേ? നമുക്കറിയാം, രാജാക്കന്മാർക്ക് വേണ്ടി മരിക്കാൻ ചാവേറുകളായി പോകുന്നവരുണ്ട്. താൻ വിശ്വസിക്കുന്ന നല്ലൊരു മനുഷ്യന് വേണ്ടി ആത്മഹത്യ ചെയ്യാൻ, മരിക്കുവാൻ മുന്നിൽ മരണത്തിന് മുമ്പിൽ കടന്നു വരുവാൻ ധൈര്യമുള്ള അനേകം പേരുണ്ട്. എന്നാൽ ഇവിടെ പൗലോസ് പറയുക, നാം പാപികളായിരുന്നിട്ടും ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. 8ാമത്തെ വാക്യം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നത് തീർച്ചയാണ്. ഇതാണ് നീതീകരണം. പാപികളായ നമുക്ക് വേണ്ടി നീതിമാനായ യേശുക്രിസ്തു മരിച്ചു എന്നതാണ് നീതീകരണമായി ഇവിടെ നമുക്കുള്ള പ്രത്യാശയ്ക്കുള്ള കാരണമായി ഇവിടെ പൗലോസ് ശ്ലീഹ അവതരിപ്പിക്കുന്നത്. ഇനി ഈ ഒരു യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെ നമുക്ക് എന്ത് ലഭിക്കും എന്നുള്ള വസ്തുതയെ ആദത്തെയും ക്രിസ്തുവിനെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പൗലോസ് ശ്ലീഹ അവതരിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ മൂലം പാപം കടന്നു വന്നു അല്ലെ? ആദം പാപം ചെയ്തു, അതിനുശേഷം സകല മനുഷ്യരും അതിലൂടെ പാപികളായി. അപ്പൊ പൗലോസ് ഇവിടെ ചോദിക്കുകയാണ്, ഒരു മനുഷ്യന്റെ നീതീകരണമായ പ്രവൃത്തി യേശുക്രിസ്തുവിനെ കുറിച്ച് മരണം. അപ്പോൾ ആ നീതീകരണമായ പ്രവൃത്തി വഴി അതിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് മാമോദീസയുടെ 6ാം അധ്യായത്തിൽ പറയും. അപ്പോൾ ക്രിസ്തു വഴി നമുക്ക് ലഭിക്കുന്ന ആ പരമ്പരയിലുള്ള കൃപാവരം എത്ര സമൃദ്ധമായിരിക്കും. ഒരു വ്യക്തി വഴി പാപം ഈ ലോകം മുഴുവൻ വ്യാപിച്ചെങ്കിൽ മറ്റൊരു വ്യക്തി വഴി കൃപാവരവും ഈ ലോകം മുഴുവൻ വ്യാപിക്കുമെന്ന് പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുകയാണ്. നമുക്ക് വായിക്കാം 12ാമത്തെ തിരുവചനം. ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു, അതുകൊണ്ട് എല്ലാവരും പാപം ചെയ്തത് കൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. 14ാമത്തെ തിരുവചനം. ആദത്തിന്റെ പാപത്തിന് സദൃശ്യമായ പാപം ചെയ്യാതിരുന്നവരുടെ മേൽ പോലും ആദത്തിന്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി. ആദം വരാനിരിക്കുന്നവന്റെ പ്രതിരൂപമാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ശ്രദ്ധിക്കണേ, ആദം പാപം ചെയ്തു, ആദത്തിന്റെ പാപം മൂലം മറ്റുള്ളവരിലേക്ക് ഈ പാപം ആധിപത്യം പുലർത്തി, അതിന്റെ ഫലമായി മരണവും ആധിപത്യം പുലർത്തി. ഇനി ആദം ആരാണ്? വരാനിരിക്കുന്നവന്റെ പ്രതിരൂപമാണ്. വരാനിരിക്കുന്നവൻ ആരാണ്? യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ പ്രതിരൂപമാണ് ആദം. അതായത് 1ാമത്തെ ആദം. 2ാമത്തെ ആദം അപ്പോൾ ആരാണ്? 2ാമത്തെ ആദം യേശുക്രിസ്തുവാണ്. 1ാമത്തെ ആദം ആദമാണ്, 2ാമത്തെ ആദം യേശുക്രിസ്തുവാണ്. 1ാമത്തെ ആദം എന്ന് പറയുന്നത് 2ാമത്തെ ആദത്തിന്റെ പ്രതിരൂപമാണ്. എന്തടിസ്ഥാനത്തിൽ? മുഖഛായയിലല്ല. 2ാമത്തെ ആദം ചെയ്യേണ്ട പ്രവൃത്തിയാണ് 1ാമത്തെ ആദം ചെയ്യേണ്ടിയിരുന്നത്. അതെന്താണ്? അനുസരണം. ആദം എങ്ങനെയാണ് വഴിതെറ്റിപ്പോയത്? ആദം അനുസരണക്കേട് കാണിച്ചു, അതുകൊണ്ടാണ് ലോകം മുഴുവൻ വഴിതെറ്റിപ്പോയത്. അപ്പൊ 2ാമത്തെ ആദം എന്താണ് ചെയ്യേണ്ടത്? അനുസരണം കാണിച്ചു. അതാണ് എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് യേശു പറഞ്ഞു. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. ആദം എന്ത് പറഞ്ഞു? ദൈവത്തിന്റെ ശരിയല്ല, എൻ്റെ ശരിയാണ് ശരി. ദൈവം പറഞ്ഞു നന്മതിന്മ വൃക്ഷത്തിന്റെ പഴം ഭക്ഷിക്കരുത്.
അപ്പൊ ആദം പറയുകയാണ്, ദൈവം പറഞ്ഞതല്ല ശരി, ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ആദം ദൈവത്തിന്റെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പഴം ഭക്ഷിച്ചത്. എന്നാൽ യേശു രണ്ടാമത്തെ ആദം അവിടെ തിരുത്തൽ സംഭവിക്കുകയാണ്. ആദം ചെയ്ത അതേ തെറ്റിന്റെ അതേ അളവിൽ തന്നെ തിരുത്തൽ സംഭവിക്കുന്നു. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഇതിനെ പറയുന്ന പേരാണ് അനുസരണം. പാപം എങ്ങനെ ലോകത്ത് വ്യാപിച്ചത്, ദൈവരാജ്യം എങ്ങനെ ഭൂമിയിൽ നഷ്ടമായത്, അനുസരണക്കേടിനാൽ. അപ്പോൾ യേശു ക്രിസ്തു എങ്ങനെയാണ് തിരിച്ചു തന്നത്? അനുസരണത്താൽ. അങ്ങനെയാണ് യേശുവിന്റെ കുരിശുമരണത്തിന് അടിസ്ഥാനപരമായ കാരണം അനുസരണം എന്നുള്ളതാണ്. ഗെത്സമേൻ തോട്ടത്തിൽ അനുസരണം നടത്തിയത് കൊണ്ടാണ് യേശുവിന്റെ കുരിശുമരണത്തിലേക്ക് യേശു അടുക്കുന്നത്. കുരിശിൽ മരിക്കുന്നത് വരെയും ഈ അനുസരണത്തിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യുവാൻ യേശു ക്രിസ്തു ആഗ്രഹിച്ചില്ല. കുരിശിൽ മരിക്കുന്നത് വരെയും അനുസരണത്തിൽ യേശു ക്രിസ്തുവായി. ഇതാണ് പൗലോസ് ഇവിടെ പറയുന്നത്, രണ്ടാമത്തെ ആദം ഒന്നാമത്തെ ആദം. അപ്പോൾ ഉത്ഭവ പാപം എന്ന വസ്തുതയിലേക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് ദൈവാസ്ത്രപരമായിട്ട്. എന്താണ് ആദം ചെയ്ത പാപം എങ്ങനെയാണ് ലോകത്തിന് മുഴുവൻ പാപമായി മാറുന്നത്? ഒറ്റുത്തരമുള്ളൂ, വിശുദ്ധിയുള്ളതിൽ നിന്ന് വിശുദ്ധമായത് ജനിക്കുകയുള്ളൂ, പരിശുദ്ധിയിൽ നിന്ന് പരിശുദ്ധി പുറപ്പെടുകയുള്ളൂ. അശുദ്ധമായതിൽ നിന്ന് വിശുദ്ധിയുള്ളത് പുറപ്പെടുമോ? അപ്പോൾ ലോകത്ത് സകലരും പാപികളായി എന്ന് പറയുന്നതിന് അർത്ഥം ഇതാ, പാപമുള്ള വ്യക്തികളിൽ നിന്നാണ് നാം ജനിക്കുന്നത്. അതുകൊണ്ട് നമ്മിൽ പരിശുദ്ധി ഉണ്ടാകണമെന്നില്ല, പാപമുണ്ടാകാം. അപ്പൊ ഇതാണ് ഉത്ഭവപാപം എന്ന് പറയുന്ന അടിസ്ഥാന തത്വം. ഇനി ഇതിന്റെ പ്രാക്ടിക്കൽ വശം എങ്ങനെയാ ഉത്ഭവപാപത്തിന്റെ? ഇപ്പൊ ഞാൻ ദൈവത്തെ കാണുന്നുണ്ടോ, എനിക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് ആർക്കും ദൈവത്തെ കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? നാം പരിശുദ്ധരായിരുന്നെങ്കിൽ പരിശുദ്ധനായ ദൈവവുമായി ഒരു സംസർഗം ഉണ്ടാവുകയും ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ചൊരിയപ്പെടുകയും ചെയ്യുമായിരുന്നു. നേരത്തെ പറഞ്ഞില്ലേ റോമ 5:5 എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ചൊരിയപ്പെടുമായിരുന്നു. എന്നാൽ സകല മനുഷ്യരിലും പരിശുദ്ധാത്മാവ് ലഭിക്കാത്തതിനാൽ ദൈവസ്നേഹം ചൊരിയപ്പെടുന്നില്ല. അതാണ്, ദൈവത്തെ കാണാൻ പറ്റുന്നില്ല, ദൈവമായി ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിനെയാണ് ഉത്ഭവപാപം എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത്. അപ്പോൾ അത് എപ്രകാരം നഷ്ടപ്പെട്ടുവോ അതേ വഴിയിൽ തന്നെയാണ് ക്രിസ്തു തിരിച്ച് നമുക്ക് തരുന്നത്. 17-ാമത്തെ വചനം, ഒരു മനുഷ്യന്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെയും ദാനത്തിന്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും. ഇവിടെ ആദത്തിനെയും യേശുവിനെയും വീണ്ടും താരതമ്യപ്പെടുത്തി കാണിച്ചു തരികയാണ്. ഇനി 19-ാമത്തെ വചനം, ഒരു മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യന്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. കണ്ടോ, ഇതാണ് പൗലോസ് മുന്നോട്ട് വയ്ക്കുന്ന ആർഗ്യുമെന്റ്. ആദ്യം വഴി എല്ലാവരിലേക്കും പാപം കടന്നു വന്നു. അത് അവന്റെ അനുസരണക്കേട് കാരണം കൊണ്ടാണ് പാപവും മരണവും ലോകത്ത് ആധിപത്യം പുലർത്തിയതെങ്കിൽ യേശുക്രിസ്തു എന്ന് പറയുന്ന ഒറ്റ വ്യക്തി, അവൻ യേശുക്രിസ്തു കാണിച്ച ആ നീതീകരണം അല്ലെങ്കിൽ അനുസരണം, അതുവഴി എത്രയോ അധികമായി സകല ജനങ്ങളിലേക്കും അതുപോലെ തന്നെ കൃപ വർഷിക്കപ്പെടുമില്ലേ എന്നാ ചോദിക്കുന്നത്. പ്രൈസ് ലോർഡ്. 5-ാം അധ്യായം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ 6-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അടുത്തൊരു ഭാഗത്ത് കടന്നു വരികയാണ്. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെ ലഭിച്ച ആ കൃപയുടെ സമൃദ്ധി. ആദത്തിൽ നിന്ന് ലഭിച്ച പാപം, എന്നാൽ യേശുക്രിസ്തുവിൽ ലഭിക്കുന്ന കൃപയാണ്. ആ കൃപയുടെ സമൃദ്ധി എങ്ങനെയാണ് ഞാനും നിങ്ങളും സ്വീകരിക്കുന്നത്, എങ്ങനെ നമുക്ക് ലഭിക്കും എന്നതാണ് 6-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പൗലോസ് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ലോർഡ്. അപ്പോൾ നമ്മളിവിടെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായവും 5-ാം അധ്യായവും കാണുകയായിരുന്നു. 4-ാം അധ്യായത്തിൽ അബ്രാഹത്തിനുണ്ടായി 2 പരീക്ഷണങ്ങൾ. ആ പരീക്ഷണത്തിലൂടെ വിശ്വാസത്തിന്റെ പരീക്ഷണം, പ്രത്യാശയുടെ പരീക്ഷണം. ആ വിശ്വാസത്തിന്റെ പരീക്ഷണം ഉണ്ടായപ്പോൾ അബ്രാഹം അപരിച്ഛേദിതനായിരുന്നു. ഇനി അങ്ങനെ ആയിരിക്കും അവൻ വിശ്വാസം വഴി നീതീകരിക്കപ്പെട്ടു. പ്രത്യാശയുടെ പരീക്ഷണം കടന്നു വന്നപ്പോഴും അവൻ വളരെയധികം പ്രത്യാശയോടെ തന്നെ കാത്തിരുന്നു. അവന്റെ സന്തതി മൂലം സകല ജനങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നുള്ള വലിയൊരു പ്രത്യാശയിൽ അവനായിരുന്നു. ആ പ്രത്യാശയാണ് യേശുക്രിസ്തുവിൽ സമ്പൂർണ്ണമാകുന്നത്. യേശുക്രിസ്തുവിലൂടെയാണ് നാം ഓരോരുത്തരുടെയും പിതാവായ അബ്രാഹാം മാറുന്നത് എന്ന് പൗലോസ് പറഞ്ഞു വെക്കുന്നു.
5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ പ്രത്യാശ എന്ന പുണ്യം അത് നമ്മെ നിരാശരാക്കുന്നില്ല. അതിനുള്ള കാരണം പറയുകയാണ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ സമൃദ്ധമായി ചൊരിയപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ഈ പ്രത്യാശയ്ക്കുള്ള കാരണം പറയുകയാണ്, യേശുക്രിസ്തു കുരിശിൽ മരിച്ചതിനാൽ പാപികളായ നമുക്ക് വേണ്ടി നീതിമാൻ മരിച്ചു. നേരെ തിരിച്ചാണ് പലയിടത്തും കാണുക, എന്നാൽ നേരെ തിരിച്ചേ, പാപികളായ നമുക്ക് വേണ്ടി യേശുക്രിസ്തു മരിച്ചു. അങ്ങനെയുള്ള വലിയൊരു കൃപയുടെ സമൃദ്ധിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി അതിനുശേഷം ആദത്തിലേക്ക് കടന്നു വരികയാണ്. ആദം എന്ത് തെറ്റ് ചെയ്തുവോ ആ തെറ്റിന് നേരെ തിരികെ യേശു ആ തെറ്റ് തിരുത്തുകയാണ് ചെയ്തത്. അതായത് ആദം അനുസരണക്കേട് കാണിച്ചു. ആദം ദൈവത്തിന്റെ ശരിയല്ല ശരി, എൻ്റെ ശരിയാണ് ശരി എന്ന് പറഞ്ഞു. എന്നാൽ യേശു ക്രിസ്തു അനുസരണം കാണിച്ചു. എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞു. ആദത്തിൽ നിന്ന് പാപം ലോകത്ത് എത്രമാത്രം സമൃദ്ധമായി, ആദത്തിൽ നിന്ന് മരണം ഈ ലോകത്ത് എത്രമാത്രം സമൃദ്ധമായി, എങ്കിൽ അതേപോലെ തന്നെ യേശുക്രിസ്തുവിൽ നിന്ന് കൃപാവരവും ലോകത്ത് അത്രയധികം സമൃദ്ധമാവുകയും നിത്യജീവനെ സകലരും അവകാശമാവുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് 4-ാമത്തെ അധ്യായവും 5-ാമത്തെ അധ്യായവും റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അവസാനിപ്പിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.